ദശകം 60 ഗോപി വസ്ത്രാപഹരണം. മദനാതുരചേതസോന്വഹം ഭവദംഗ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ചിജൻ. മദനാതുരചേതസഃ അനു അഹം ഭവദ് അംഗ്രിദ്വയ ദാസ്യ കാമ്യയാ യമുനാതടസീംനി സൈകതീം തരളാക്ഷ്യഃ ഗിരിജാം സമാർച്ചിജൻ. മദനാതുരചേതസഃ ഭഗവാനോടുള്ള ആ പ്രേമം വർദ്ധിച്ചു വന്നിട്ട് അനു അഹം ദിവസം തോറും ഇവർ ആ ഭഗവാന്റെ ഭവദ് അംഗ്രിദ്വയ ഭഗവാന്റെ പാദയുഗ്മങ്ങളെ ദാസ്യകാമ്യയ സേവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയവരായിത്തീർന്നു ഈ ഗോപസ്ത്രീകൾ. അവരെന്ത് ചെയ്തു? യമുനാതടസീംനി യമുനാതടത്തിൻ്റെ യമുനാ നദിയുടെ തീരത്ത് ചെന്നിട്ട് സൈകതീം മണ്ണുകൊണ്ട് ഗിരിജാം പാർവതി ദേവിയെ ഉണ്ടാക്കി. അപ്പോൾ അവരൊരു രൂപം ഉണ്ടാക്കി പാർവതി ദേവിയാണെന്ന് സങ്കല്പിച്ചു. തരളാക്ഷ്യഃ ഈ ഗോപസ്ത്രീകളെല്ലാവരും ചെന്നിട്ട് എന്നിട്ട് സമാർച്ചിജൻ ആ പാർവതി ദേവിയെ പൂജിക്കാൻ തുടങ്ങി. അപ്പോൾ കാർത്യായനി വ്രതം, നമ്മൾ മലയാളത്തിൽ കാർത്യായനി എന്ന് പറയും, ശരിക്കും ഇറില്ല, കാർത്യായനിന്നേ ഉള്ളൂ. കാർത്യായനി വ്രതം എന്നാണ് പറയുന്നത്. ഉണ്ടാ ഇതിൽ പറയുമ്പോഴും അങ്ങനെയാണ്. ഇറില്ല, കാർത്യായനി എന്നല്ല നമ്മൾ പറയുക പൊതുവേ, ഇറില്ല, കാർത്യായനി എന്നേ ഉള്ളൂ. ആ അപ്പോൾ ഇത് സംസ്കൃതം പഠിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. മലയാളത്തിൽ കാർത്യായനി എന്നേ പറയുള്ളൂ. അപ്പോൾ ഇവർ പാർവതി ദേവിയെ ഭജിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഭാഗവതം നോക്കിയാൽ മനസ്സിലാകും, അവരൊക്കെ പാർവതി ദേവിയെ ഭജിച്ചിരിക്കുന്നു, ദേവിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ദേവി ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക 79ാം ദശകം ഭഗവാന്റെ രുക്മിണി സ്വയംവരം കഴിയുമ്പോൾ എല്ലാവരും പാട്ട് പാടുമല്ലേ, ആ ഒരു കീർത്തനമൊക്കെ പാടും. ആ കീർത്തനം പാടുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ അയച്ചു വരുത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ആ അമ്മയാണ് ഈ ബ്രാഹ്മണനെ ഭഗവാന്റെ അടുത്തേക്ക് ദൂതനായിട്ട് വിടുന്നത്, രുക്മിണി ദേവിയുടെ ദൂതിന്. രംഗം മനസ്സിലായോ? അതായത് രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, അല്ല രുക്മി സഹോദരൻ ശിശുപാലൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്, ഭീഷ്മകൻ. അപ്പോൾ ഭീഷ്മകന് 5 പുത്രന്മാരും 1 പുത്രിയുമാണ്. അതിൽ ഒന്നാണ് രുക്മിണി. അപ്പോൾ ഈ 5 പേരും ഭീഷ്മകൻ. അപ്പോൾ ഈ 5 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്. അതിൽ ചേട്ടനാണ് രുക്മി. അപ്പോൾ രുക്മി കാശി രാജാവായിരുന്ന ശിശുപാലന് സഹോദരി രുക്മിണിയെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന മകനല്ല. അപ്പോൾ എന്താണോ മകൻ ആലോചിച്ചിരിക്കുന്നത് അതേ നടക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ രാജാവ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷേ രാജാവിന് ആഗ്രഹമൊന്നുമില്ല അയാൾ അത്ര നല്ലതല്ല എന്നുള്ളതാണ്, ശിശുപാലനെ അത്ര നല്ല ആളല്ല എന്നുള്ളത് അങ്ങേർക്കറിയാം. അപ്പോൾ ഭഗവാനോട് ആണ് അങ്ങേർക്കും ഭീഷ്മക രാജാവിനൊക്കെ താല്പര്യമുള്ളത്. അപ്പോൾ വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിട്ടാണ് രുക്മിണി ദേവി തന്നെ ഭഗവാന് ഒരു സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൽ എഴുതി കൊടുത്തു വിടുന്നതാണ്, എന്നെ ഇങ്ങനെ ഒരാൾ വിവാഹം കഴിക്കാൻ വരുന്നുണ്ട്, അത് എന്താ പറയുക, സിംഹത്തിന് വെച്ചിരിക്കുന്നത് ഒരു കുറുക്കൻ കൊണ്ടുപോകുന്നത് പോലെയാണ്, അതുകൊണ്ട് എനിക്ക് അയാളൊട്ടും ഇഷ്ടമല്ല, അങ്ങ് വന്ന് തന്നെ രക്ഷിക്കണം, അങ്ങ് വരാൻ വൈമനസം കാണിച്ചാൽ ഞാൻ വേണമെങ്കിൽ 100 ജന്മം തപസ് ചെയ്തുകൊണ്ട് വ്രതം എടുത്തുകൊണ്ട് അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വേണം. തന്നെയുമല്ല ഞാനിങ്ങനെ തലേന്നാൾ ദേവീക്ഷേത്രത്തിൽ പോകും, അപ്പോൾ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ മതി എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുമൊക്കെ ദേവീക്ഷേത്രം, പരദേവതാ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ഭഗവാനിലേക്ക് എത്താനായിട്ട് ആശ്രയിക്കുന്നത് ദേവിയെയാണ്. അപ്പോൾ ഇവർക്കും അതറിയാം. അതുകൊണ്ടാണ് ഇവരെല്ലാവരും പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് കാത്യായനി പൂജ നടത്തുന്നത്. മദനാതുരചേതസോന്വഹം ഭവദംഗ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം
തരളാക്ഷോ ഗിരിജാം സമാർച്ചിജൻ തവ നാമകഥാരഥാസമം സുദൃശ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി തവ നാമകഥാരഥാഃ സമം സുദൃശഃ പ്രാതഃ ഉപാഗതാഃ നദീം ഉപഹാരശതൈഃ അപൂജയൻ ദയിതഃ നന്ദസുതഃ ഭവേത് ഇതി തവ നാമകഥാരഥാഃ സമം. അപ്പോൾ സദാസമയവും ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിക്കുന്നവരായിരുന്നു ഈ ഗോപസ്ത്രീകൾ അല്ലേ. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു? സമം സുദൃശഃ പ്രാതഃ ഉപാഗതാ നദി. ഇവരെല്ലാവരും കാളിന്തി നദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നിട്ട് പ്രഭാതത്തിൽ എത്തിച്ചേർന്നിട്ട് ഉപഹാരശതൈഹി അപൂജയൻ, അവരെ ഏതെല്ലാം നിവേദ്യ ദ്രവ്യങ്ങളാണോ ദേവിക്ക് സമർപ്പിക്കേണ്ടത് അതെല്ലാം കൊണ്ടുവന്നിട്ട് അപൂജയൻ പൂജ ചെയ്തു ദേവിയെ. ദയിതഃ നന്ദസുതഃ ഭവേത് ഇതി, ഞങ്ങൾക്ക് ഭർത്താവായിട്ട് നന്ദഗോപരുടെ പുത്രനായ ശ്രീകൃഷ്ണൻ നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിക്ക് എല്ലാ പൂജകളും സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സദാസമയവും ഭഗവാന്റെ നാമങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഈ ഗോപസ്ത്രീകൾ എല്ലാവരും ഒത്തുചേർന്നിട്ട് കാളിന്തി നദിയുടെ തീരത്ത് ഒരു പ്രഭാതത്തിൽ എത്തിച്ചേർന്ന് ദേവിക്ക് സകലവിധ നിവേദ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഭർത്താവായി വരേണേ എന്ന്. തവ നാമകഥാരഥാസമം സുദൃശ പ്രാതരുപാഗതാ നദീം ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോ ഭവേദിതി. ഈ ഗോപസ്ത്രീകൾ ദേവിയെ അർച്ചിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മന്ത്രം ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ താഴെ കൊടുത്തിരുന്നത്. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അപ്പോൾ കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി ശ്രീകൃഷ്ണ ഭഗവാനെ, അല്ലയോ ദേവി, പതിമേ ഗുരു, എനിക്ക് പതിയായി തരണേ. തേ നമഃ, ഞാൻ അതിനായിക്കൊണ്ട് അങ്ങയെ നമിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇതി മാസമുപാഹിതവ്രത തരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാ മൃദുലോ നദീതടം സമയാസീത്തദനുഗ്രഹേച്ഛയാ. ഇതി മാസം ഉപാഹിതവ്രതാഃ തരളാക്ഷീഃ അഭിവീക്ഷ്യ താ ഭവാൻ കരുണാമൃദുലഃ നദീതടം സമയാസീത് തദ് അനുഗ്രഹ ഇച്ഛയാ. ഇത് ഇപ്രകാരം മാസം ഉപാഹിതവ്രതാഃ, ഇവർ ഈ കാത്യായനി പൂജ ഒരു മാസം ചെയ്തു കഴിഞ്ഞു. ഈ ഗോപസ്ത്രീകൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വന്ന് കാളിന്തിയുടെ തീരത്ത് ഇങ്ങനെ പാർവതി ദേവിയുടെ വിഗ്രഹം മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അതിൽ സകലവിധ അർച്ചനകളും ഒക്കെ നടത്തി ഒരു മാസം കഴിഞ്ഞു. എല്ലാ ദിവസവും വന്നിങ്ങനെ ചെയ്ത് ഒരു മാസത്തോളമായി. അപ്പോൾ തരളാക്ഷീഹി അഭിവീക്ഷ്യതാ ഭവാൻ, ഇപ്രകാരമുള്ള അവരുടെ ആ ഭക്തിയെ കണ്ട ഭഗവാൻ എന്തു ചെയ്തു? കരുണാമൃദുലഃ, വളരെ കരുണാർദ്ര ഹൃദയനായി തീർന്ന ഭഗവാൻ നദീതടം സമയാസീത്, ആ യമുന തീരത്തിലേക്ക് അല്ലെങ്കിൽ കാളിന്തിയുടെ തീരത്തിലേക്ക് എത്തിച്ചേർന്നു. എന്തിനു വേണ്ടി? തത് അനുഗ്രഹ ഇച്ഛയാ, അവരെ അനുഗ്രഹിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി ഭഗവാൻ അവരുടെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു മാസത്തോളം ഇവർ പ്രകാരം കാത്യായനി പൂജ ചെയ്തതിന് ശേഷം അത് കണ്ട ഭഗവാൻ മനസ്സ് വളരെ ആർദ്ര ഹൃദയമായിട്ട് അവരെ അനുഗ്രഹിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി ആ കാളിന്തി നദിയുടെ തീരത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേർന്നു എന്ന് പറയാം. ഇതി മാസമുപാഹിതവ്രത തരളാക്ഷീരഭിവീക്ഷ്യതാ ഭവാൻ കരുണാ മൃദുലോ നദീതടം സമയാസിത്തദനുഗ്രഹേച്ഛയാ. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാ ജലഖേലനാകുലാ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. നിയമ അവസിതൗ നിജ അംബരം തടസീമനി അവമുച്യ താഹ തദാ യമുനാജലഖേലനാകുലാഹ പുരതഃ ത്വാം അവലോക്യ ലജ്ജിതാഹ. നിയമാവസിതൗ, ഇവരുടെ നിയമം, ഇവരുടെ വ്രതം കഴിഞ്ഞു.
അപ്പോൾ ഇവരെന്ത് ചെയ്യും? നിജ അമ്പരം, ഇവരുടെ എല്ലാം വസ്ത്രങ്ങൾ തടസീമനി, ഈ കാളിന്തിയുടെ തീരത്ത് വെച്ചിട്ട് അവ മുച്ച് അഴിച്ചു വെച്ചിട്ട് താഹ അവരെല്ലാം തഥാ അപ്പോൾ യമുനാ ജലഖേലനാകുല, ഈ യമുനാ ജലത്തിൽ അവരെ ക്രീഡയ്ക്കായിട്ട് എല്ലാവരും കൂടി ഇറങ്ങി, പരസ്പരം കളികൾക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഇവർ വസ്ത്രം എല്ലാം കരയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ വെള്ളത്തിലിറങ്ങിയത്. അപ്പോൾ എന്ത് പറ്റി? പുരതഹ ത്വാം അവലോക്യ ലജ്ജിതാഹ, അപ്പോൾ മുൻപിൽ ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് എല്ലാം ലജ്ജയുണ്ടായി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവരുടെ 1 മാസമായിട്ടുള്ള ഈ വ്രതമെല്ലാം കഴിഞ്ഞപ്പോൾ അവർ യമുനാ ജലത്തിൽ ക്രീഡ ചെയ്യാനായി ഉദ്ദേശിച്ചുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ച് തീരത്ത് വെച്ചിട്ട് അവരെല്ലാം നദിയിലേക്ക് ഇറങ്ങിയതും ഭഗവാനെ കണ്ടപ്പോൾ അവർക്കെല്ലാം ലജ്ജയുണ്ടായി എന്ന് പറയുക. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാ ജലഖേലനാകുല പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ ത്രപയാ നമിദാനനാസ്വദോ വനിതാ സ്വംബരജാലമന്ദികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടവം ത്വം തരസാധിരൂഢവാൻ. ത്രപയാ നമിത ആനനാസു അധഃ വനിതാസു അംബരജാലം അന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹഃ വിടവം ത്വം തരസാ അധിരൂഢവാൻ. ത്രപയാ നമിത ആനനാസു, ഇവരെല്ലാം ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുന്ന ആ സമയത്ത് വനിതാസു അംബരജാലമന്തികേ നിഹിതം, ഇവരെല്ലാം ഇവരുടെ വസ്ത്രത്തിൻ്റെ കൂട്ടമെല്ലാം വെച്ചിരുന്ന ആ കരയിൽ വെച്ചിരുന്ന അതിനെ പരിഗൃഹ്യ ഭഗവാൻ എടുത്തു. എന്നിട്ട് ഭൂരുഹ വിടവം, ആ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൽ ത്വം തരസ അധിരൂഢവാൻ, അങ്ങ് പെട്ടെന്ന് കയറിയിരിപ്പായി ഈ വൃക്ഷത്തിൽ. അപ്പോൾ ഇവരുടെ വസ്ത്രമെല്ലാം കരയിലിരിക്കുക, ഈ വസ്ത്രമെല്ലാം എടുത്തുകൊണ്ട് ഭഗവാൻ ഒരു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി ഇങ്ങനെ ഇരിപ്പായി. ത്രപയാ നമിദാനനാസ്വദോ വനിതാ സ്വംബരജാലമന്ദികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ. ഹതാവതുപേത്യനീയതാം വസനം വസ്സുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈ. ഇഹ താവത് ഉപേത്യ നീയതാം വസനം വഹ സുദൃശഃ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഖേ വധൂജനൈഃ. ഇഹ താവത് ഉപേത്യ നീയതാം വസനം വഹ, വഹ വസനം നിങ്ങളുടെ വസ്ത്രത്തെ, ഇഹ താവത് ഉപേത്യ ഇവിടെ വന്നിട്ട് നീയതാം എടുത്തുകൊണ്ട് പോയിക്കോളൂ, സുദൃശഃ യഥായഥം അല്ലയോ സുന്ദരിമാരെ, നിങ്ങൾ ഈ കരയിൽ ഈ ഇവിടെ വച്ചിരിക്കുന്ന വസ്ത്രം ഓരോരുത്തരായി വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് അവരോട് പറഞ്ഞു. ഇത് നർമ്മമൃദുസ്മിതേ ത്വയി, പ്രകാരമുള്ള നേരം പോക്കായിട്ട് ഭഗവാൻ പുഞ്ചിരി തൂക്കൊണ്ട് പ്രകാരം പറഞ്ഞപ്പോൾ വ്യാമുമുഹേ വധൂജനൈഹി, ആ ഗോപസ്ത്രീകളൊക്കെ ഇത് കർത്തവ്യ മൂഢകളായി തീർന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വൃക്ഷത്തിന് മുകളിൽ വസ്ത്രങ്ങളുമായിട്ട് ഇരിക്കുന്ന ആൾ പറയാണ്, ദാ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായി തീർന്നു എന്ന്. ഇഹ താവതുപേത്യനീയതാം വസനം വസുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈ. അയി ജീവചിരം കിശോരന തവ ദാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേക്ഷണേതി ഉദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. ഐ ജീവ ചിരം കിശോര നഹ തവ ദാസീഃ അവശീകരോഷി കിം പ്രതിശ അംബരം അംബുജേക്ഷണ ഇതി ഉദിതഃ ത്വം സ്മിതം ഏവ ദത്തവാൻ. ഐ ജീവ അല്ലയോ ഉണ്ണി, ചിരം കിശോര നീ ദീർഘായുസായിരുന്നാലും എന്ന് ഇവർ വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറയാം ഭഗവാനോട്. നഹ തവ ദാസീഹി, ഞങ്ങളാവട്ടെ നിൻ്റെ ദാസികളല്ലേ, നീ എന്തിനാ ഞങ്ങളെ അവശീകരോഷിക്കും, ഞങ്ങളെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്
ഞങ്ങളുടെ വസ്ത്രം ഇങ്ങ് തന്നോളൂ. പ്രതിശ അമ്പരം, ഞങ്ങൾക്ക് ആ അമ്പരത്തെ വസ്ത്രത്തെ തന്നാലും. അംബുജക്ഷണ അല്ലയോ താമരക്കണ്ണ. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരൊന്ന് പുകഴ്ത്തി പറയുക സ്വാഭാവികമല്ല അല്ലേ? അപ്പോൾ ഇത്തിരി പുകഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കിയതാണ്. പക്ഷേ ഭഗവാൻ ആരാ മോൻ? അദ്ദേഹം പറഞ്ഞു ഉദിതഃ ത്വം സ്മിതമേവ ദത്തവാൻ. അവർക്ക് വസ്ത്രമല്ല കൊടുത്ത് പകരം ഒരു പുഞ്ചിരിയാണ് കൊടുത്തത് അല്ലേ? വസ്ത്രമല്ലേ അവർ ചോദിച്ചത്, വളരെ അതിന് പൊക്കിയൊക്കെ പറയുന്നത്, പക്ഷേ എല്ലാം വേസ്റ്റായി. അപ്പോൾ അതിലൊന്നും ഭഗവാൻ വീണില്ല. അവർക്ക് കേവലം സ്മിതമേവ ദത്തവാൻ, പുഞ്ചിരി മാത്രമേ നൽകിയുള്ളൂ എന്നാണ് പറയുന്നത്. ഐ ജീവചിരം കിശോരന തവദാസീരവശീകരോഷി കിം പ്രതിശാംബരമംബുജേക്ഷണേതി ഉദിതസ്ത്വം സ്മിതമേവ ദത്തവാൻ. അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതിർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമാപ്യതാ മുദാ. അതിരുഹ്യതടം കൃത അഞ്ജലി പരിശുദ്ധാ സ്വഗതി നിരീക്ഷ്യതാ വസനാനി അഖിലാനി അനുഗ്രഹം പുനഃ ഏവം ഗിരം അപി അദാ മുദാ. അതിരുഹ്യ തടം കൃത അഞ്ജലി. അപ്പോൾ ഓരോരുത്തരായിട്ട് കരയ്ക്ക് കയറി വന്നിട്ട് അഞ്ജലിബദ്ധരായിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് പരിശുദ്ധാഹ സ്വഗതീഹി നിരീക്ഷതാഹ, അവർ പരിശുദ്ധരായി വന്നിരിക്കുന്ന അവർക്ക് അവരുടെ ആ പാപമെല്ലാം നീങ്ങിയതായി മനസ്സിലാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? വസനാനി അഖിലാനി അനുഗ്രഹം പുനഃ ഏവം ഗിരം അഭി അദാമുദ. വസനാനി അഖിലാനി അദാ, അവർക്ക് എല്ലാ വസ്ത്രങ്ങളും തിരികെ കൊടുത്തു. കൂടാതെ അനുഗ്രഹം ആയിട്ട് പുനഃ ഏവം ഗിരം, അനുഗ്രഹമായിട്ട് ഇപ്രകാരമുള്ള വാക്കുകളെയും ഭഗവാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ വിവസ്ത്രരായിട്ടാണ് കാളിന്തിയിൽ ഇറങ്ങിയത്. മഹാനദികളിൽ വസ്ത്രമില്ലാതെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ആ നിയമം ലംഘിച്ചതിൻ്റെ ഒരു പാപം കൂടി ഇവർക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതാണ് വിവസ്ത്രകളായിട്ട് തന്നെ വന്ന് കൈകൂപ്പി തൊഴുതാൽ വസ്ത്രം തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഭൗതികമായിട്ടൊരു അർത്ഥമല്ല എടുക്കേണ്ടത്, അത് ആദ്യം മനസ്സിൽ നിന്ന് മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്കിവിടെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നുകൂടും. അതല്ല, ഭഗവാനെ അങ്ങനെ ഒരു രംഗം കാണേണ്ട ആവശ്യമൊന്നും ഉള്ളയാളല്ല അല്ലേ? നമ്മൾ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഭാവാർത്ഥം വിട്ടുകൊണ്ട് എന്താ പറയുക, പ്രത്യക്ഷമായ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ. അതിനെങ്ങനെ ന്യായീകരിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ആ വാച്യാർത്ഥമല്ല അവിടെ വ്യംഗ്യമായിട്ട് എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള. ഭാഗവതത്തിൻ്റെ ഭാഷയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഭൗതിക ഭാഷയും സമാധി ഭാഷയും രണ്ടും രണ്ടാണ്. അപ്പോൾ സമാധി ഭാഷയിലൂടെ മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ തത്വത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഭൗതികങ്ങളായിട്ടാണെങ്കിൽ അമ്മാവനെ കൊന്നവനാണ്, പിന്നെ പരസ്ത്രീകളുമായിട്ട് ബന്ധമുള്ളയാളാണ് കൃഷ്ണൻ എന്നൊക്കെ പറയാം. പക്ഷേ അതിലേക്ക് എത്താനല്ല ഭാഗവതം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപദേശിക്കുന്നത്. ആ സത്യം നമ്മളെപ്പോഴും ഇപ്പോൾ രാസക്രീഡയുടെ രംഗങ്ങൾ ഇനിയിപ്പോൾ 5 രാസപഞ്ചാധ്യായി എന്ന് പറഞ്ഞ് 64 മുതൽ തുടങ്ങും. അത് ഭാഗവതത്തിലും 5 അധ്യായം കൊണ്ട് പറയുന്നത് കൊണ്ട് ഇവിടെ മേൽപ്പത്തൂരും 5 ദശകങ്ങളായിട്ടാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്, 65 മുതൽ 69 വരെ. അപ്പോൾ അവിടെയും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഭൗതികമായ അർത്ഥമല്ല എടുക്കേണ്ടത്. അവിടെ ഈ പറഞ്ഞ ദണ്ഡകാരണ്യ വാസികളായിരുന്ന സർവ്വസംഘ പരിത്യാഗികളായിരുന്ന ആ മുനിവര്യന്മാർ അവരുടെ ആഗ്രഹം അനുസരിച്ച് ലഭിച്ച പുനർജന്മത്തിൽ ഭഗവാന്റെ അംഗത്തോട് സംഘമുണ്ടാകുന്നതാണ് എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ പെട്ടു അല്ലേ? അതിരുഹ്യതടം കൃതാഞ്ജലി പരിശുദ്ധ സ്വഗതിർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരമപ്യതാ മുദാ. ദിദം നനുവോ മനീഷിതം വതിദാരസ്ത്വിഹ യോഗ്യമുത്തരം യമുനാ പുളിനെ സചന്ദ്രിക ക്ഷണദ ഇത്യബലാസ്ത്വമൂചിവാൻ. വിദിതം നനുവോ മനീഷിതം വതിദാരഃ തു ഇഹ യോഗ്യം ഉത്തരം യമുനാപുളിനെ സചന്ദ്രികാഃ ക്ഷണദാ ഇതി അബലാഃ ത്വം ഊജിവാൻ. വിദിതം നനു വോ മനീഷിതം. അപ്പോൾ ഭഗവാൻ ഈ ഇവരോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്ന് എനിക്കറിയാം. കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ആളാണ് ഭഗവാൻ.
അല്ലേ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉള്ളത് എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുമാണ് ഭഗവാൻ. അതുകൊണ്ട് വദിതാരസ്തു ഇഹ യോഗ്യമുത്തരം, നിങ്ങളുടെ ആഗ്രഹത്തിന് യുക്തമായ ഉത്തരം ഈ യമുന പുളിനെ സചന്ദ്രികാഹ, ഈ യമുനയുടെ തീരം ചന്ദ്രികയുള്ള രാത്രികളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ക്ഷണത ഇതി അബലാഹ ത്വമൂജിവാൻ, ഇപ്രകാരം ഈ രാത്രികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ഈ സ്ത്രീകളോട്, ഗോപസ്ത്രീകളോട് ഭഗവാൻ അരുളി ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള അവസരം നിങ്ങൾക്ക് ഈ യമുനാ തീരം ചന്ദ്രികയുള്ള രാത്രികൾ നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നു. വിദിതം നനുവോ മനീഷിതം വതിതാരസ്തിഹ യോഗ്യമുത്തരം യമുനാ പുളിനെ സചന്ദ്രിക ക്ഷണത ഇത്യബലാസ്ത്വമൂജിവാൻ ഉപകർണ്യഭവന്മുഖച്യുതം മധുനിഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദൈ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗതാ. ഉപകർണ്യ ഭവന്മുഖച്യുതം മധുനിഷ്യന്തി വചഃ മൃഗീദൃശഃ പ്രണയാദ് ഐ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈഃ ഗൃഹം ഗതാഃ. ഉപകർണ്യ ഭവന്മുഖച്യുതം, ഭഗവാന്റെ മുഖത്ത് നിന്ന് നിർഗളിതമായ ആ വാക്കുകളെ കേട്ടിട്ട്, മധുനിഷ്യന്തി വചഃ തേനൊഴുകുന്ന വാക്കുകളെ കേട്ടിട്ട്, മൃഗീദൃശഃ ആ സുന്ദരികൾ പ്രണയാദായി വീക്ഷ്യത്തെ വളരെ സ്നേഹത്തോടുകൂടി ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, വദനാബ്ജം ഭഗവാന്റെ മുഖാരവിന്ദം നോക്കിക്കൊണ്ട്, ശനകൈഹി പതുക്കെ ഗൃഹം ഗതാഹ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ ഭഗവാന്റെ മുഖത്തു നിന്നും നിർഗമിച്ച ആ തേനൂറുന്ന വാക്കുകളെയൊക്കെ കേട്ട ഈ ഗോപസ്ത്രീകൾ വളരെ സ്നേഹത്തോടുകൂടി ഭഗവാന്റെ മുഖത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ പതുക്കെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഉപകർണ്യഭവന്മുഖച്യുതം മധുനിഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദൈ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗതാ. ഇതി നന്വനുഗൃഹ്യ വല്ലവീർവിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലീം. ഇതിനു അനുഗ്രഹ്യ വല്ലവീഃ വിപിനാന്തേഷു പുരാ ഏവ സഞ്ചരൻ കരുണാശിശിരഃ ഹരേ ഹര ത്വരയാമേ സകല ആമയ ആവലീം. ഇത് ഇപ്രകാരം നനു അനുഗ്രഹ്യ വല്ലവീഃ, ഇപ്രകാരം ആ ഗോപസ്ത്രീകളെയൊക്കെ അനുഗ്രഹിച്ച ഭഗവാൻ വിപിനാന്തേഷു പുരാ ഏവ സഞ്ചരൻ, ആ കാട്ടിനുള്ളിൽ മുൻപത്തെ പോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഭഗവാൻ. കരുണാശിശിരഃ, അല്ലയോ കരുണാഹൃദയനായിരിക്കുന്ന ഗുരുവായൂരപ്പ, ഹര ത്വരയാമേ സകല ആമയാവലിം, പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ രോഗക്കൂട്ടങ്ങളെയും ഹരിക്കണമേ ഭഗവാനെ. അപ്പോൾ ഇപ്രകാരം ആ ഗോപസ്ത്രീകളെയൊക്കെ വാക്കുകൊണ്ട് അനുഗ്രഹിച്ച ഭഗവാൻ വീണ്ടും കാനന അന്തർഭാഗത്ത് പശുക്കളെ മേച്ച് നടക്കുന്ന ആ വൃത്തിയിൽ ഏർപ്പെട്ടതും, കരുണാഹൃദയനായിരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ എല്ലാ രോഗസമൂഹങ്ങളെയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇതിനന്വനുഗൃഹ്യ വല്ലവീർ വിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലീം.